നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാളെ മുതൽ 8 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വേഗത്തിൽ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. ഇന്നലെ കാലവർഷം ഒഴിഞ്ഞു നിന്നെങ്കിലും ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ സാധ്യതയുണ്ട്. ആലപ്പുഴ മുതൽ കണ്ണൂർ വരെ തീരദേശത്ത് മഴ സാധ്യതയാണ് നിലനിൽക്കുന്നത്. കോഴിക്കോട്, എറണാകുളം ജില്ലകളുടെ ഇടനാട് പ്രദേശങ്ങളിലും ശക്തമായതോ അതിശക്തമായതോ ആയ മഴ സാധ്യതയാണ് ഉള്ളത്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തമിഴ്നാടിനോട് ചേർന്ന് ചക്രവാത ചുഴി നിലനിൽക്കുകയാണ്. തെക്കൻ ആന്ധ്രാ തീരത്തിനും വടക്കൻ തമിഴ്നാടിനും സജീവം ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ചക്രവാത ചുഴിയും രൂപപ്പെട്ടു. ഇതിന്റെ സ്വാധീന ഫലമായി കാലവർഷം ആന്ധ്രാപ്രദേശിൽ ഉൾപ്പെടെ തെക്കൻ സംസ്ഥാനങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം. ഇടിയോടും കാറ്റോടും കൂടിയ മഴ ലഭിച്ചേക്കും. കേരളത്തിനടുത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചതിന് വ്യത്യസ്തമായി കേരളത്തിൽ ഇടിയുടെ ശക്തി കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ അടുത്ത 2 ദിവസം കൂടി ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടിയോടെ മഴയുണ്ടാകും. ഈ മാസം പകുതിയോടെയാവും സാധാരണ രീതിയിലുള്ള കാലവർഷം ലഭിച്ചു തുടങ്ങുക. കാലവർഷം വടക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുന്നത് മൂലമാണ് കേരളത്തിൽ ഇടി കുറയുന്നത്. കാലവർഷം കേരളത്തിൽ എത്തിയതിനു ശേഷം ഇന്നലെ വരെ 3% മഴക്കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ മഴ സാധാരണ പോലെ ലഭിച്ചു തുടങ്ങും. ജൂൺ അവസാനത്തോടെ മഴ ശക്തമായേക്കും. കാലവർഷം എത്തി 4 ദിവസം പൂർത്തിയാകുമ്പോൾ കേരളത്തിൽ 3% മഴക്കുറവാണ് രേഖപ്പെടുത്തിയത്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മഴയുടെ വ്യതിയാനം ദൃശ്യമാണ്. ചില ജില്ലകളിൽ അധിക മഴ ലഭിച്ചപ്പോൾ ചില ജില്ലകളിൽ മഴക്കുറവ് വളരെ കൂടുതൽ റിപ്പോർട്ട് ചെയ്തു. ജൂൺ 1 മുതൽ 4 വരെയുള്ള കണക്കുകൾ പ്രകാരം 58.2 mm മഴ ലഭിക്കേണ്ടതിന് പകരം 56.6 mm മഴയാണ് ലഭിച്ചത്. വളരെ കൂടുതൽ മഴക്കുറവുള്ളത് തിരുവനന്തപുരത്താണ്. 93% ഇവിടുത്തെ മഴക്കുറവ്. 72% മഴക്കുറവ് കൊല്ലവും 64% മഴക്കുറവുള്ളത് കണ്ണൂരുമാണ്. വളരെ കൂടുതൽ മഴക്കുറവ് പട്ടികയിലുള്ള ജില്ലകൾ ആലപ്പുഴ, കോഴിക്കോട്, പത്തനംതിട്ട ജില്ലകളാണ് മഴക്കുറവുള്ള ജില്ലകൾ. കോഴിക്കോടാണ് കൂടുതൽ മഴക്കുറവ്, 35%. ആലപ്പുഴയിൽ 28% മഴ കുറഞ്ഞു. പത്തനംതിട്ടയിലെ മഴക്കുറവ് 20%. 2 ജില്ലകളിൽ അധിക മഴ ലഭിച്ചു. കോട്ടയത്തും തൃശൂരുമാണിത്. തൃശൂരിൽ 91% അധിക മഴ ലഭിച്ചിട്ടുണ്ട്. കോട്ടയത്ത് 63% അധിക മഴ ലഭിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.